എത്ര മണിക്ക് എൻ്റെ മക്കളും ഓമി കൊടുക്കണം ഓമി കൊടുക്കണം ഇവനും അടുത്ത തലമുറയ്ക്കും കൊടുക്കുന്ന കൈ വരട്ടെ. ഇനി കല്ലും കൂടെ കിട്ടേക്കാം അല്ലേ? കല്ലിടാലോ. സൈഡ് കിട്ടൂ. അവിടെ കല്ല് വീട്ടുന്നതിന് നേരെ മുകളിലായിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ. കല്ല് കൊടുക്കാം. ഈ ഭാഗം ഇങ്ങോട്ട് കിഴക്കോട്ടെ. ഓക്കെയാ? എടുത്തിരുന്നു തട്ടണോ? ചെറുതായിട്ട് ഓക്കെ. ഇവിടെയാണോ? ഈശ്വര എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു നല്ല കർമ്മത്തിന് ദൈവം ഒരു സാഹചര്യം തന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും ക്ഷണിച്ചു. ഇന്ന് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനത്തിന്റെ പങ്കാളിത്തം, ഒപ്പം മാധ്യമ സുഹൃത്തുക്കളോട് വലിയൊരു നന്ദി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവിടുന്ന് പ്രചരണത്തിനായിട്ട് വന്നപ്പോൾ പുറയിൽ നിൽക്കൊണ്ട് കൃഷ്ണകുമാർ, ഇവിടുത്തെ യുവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രുതിയെ കാണുന്നില്ല, മൈക്കിൻ്റെ ഇടയിലായി. അപ്പോൾ ശ്രുതിയുടെ വീട് ഒന്ന് വന്ന് കാണണം, അവന് വരാമല്ലോ. ഞങ്ങളിവിടെ വന്നപ്പോൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ കഴിയുന്നു. വീടെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പം അന്ന് എന്താണെന്നറിയില്ല, അന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ വരും ശ്രുതിയെ കാണാൻ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം, നല്ല വീട് കെട്ടിത്തരണമെന്ന് മനസ്സ് പറയുക. ഒരു ദൈവാനുഗ്രഹം പോലെ ഇപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അഹാദിഷിക എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സംഘടനയാണ്. ഭാര്യയും മക്കളുമാണ് അത് നടത്തുന്നത്. ഇവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് പൈസയൊക്കെ തരണം. അങ്ങനെ ഇവരെല്ലാവരും പണ്ടും എനിക്ക് പല പരിപാടികളിലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തരാറുണ്ട്. ഇത്തവണയും തന്നു. ഒപ്പം എൻ്റെ സുഹൃത്തുക്കളെല്ലാം KHN എന്ന് പറഞ്ഞ അമേരിക്കയിലെ സംഘടനയുണ്ട്, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ KHN പറഞ്ഞ് ഞങ്ങളും സഹകരിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു സഹകരണത്തോടുകൂടി നമ്മുടെ പ്രിയ സഹോദരി ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു വീട് വയ്ക്കാൻ, അതിൻ്റെ തറക്കല്ലിടാനായിട്ട് ഒരു സാഹചര്യം ഒരുങ്ങി. പിന്നെ എല്ലാവിധ സഹകരണം തന്ന എൻ്റെ പത്ര, മാധ്യമ, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി. ഇത് എത്ര കാലം കൊണ്ട് പൂർത്തിയാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മെയ് മാസം 30 തീർത്ത് തരാമെന്നാണ് കോൺട്രാക്ടർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയ് 30 തീർക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താ പറയുന്നു? അതുകൊണ്ട് ശ്രുതിയെ വേറൊരു വീട്ടിലോട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ വീട് പണി തീരുന്നത് വരെ. ശ്രുതി പറയും, എന്താ പറയേണ്ടത്? പട്ടതിനപ്പുറം എനിക്ക് എൻ്റെ കുടുംബത്തിന് വളരെ വളരെ പറയാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവം നടന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല അവിടെ താമസിക്കും, പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുന്ന സമയത്ത്? അത് വീടല്ല സാറതിനകത്ത് വന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിചാരിച്ചില്ല, അങ്ങനെ പോലും നടക്കുമെന്നും വിചാരിച്ചില്ല. എനിക്കൊന്നും പറയാൻ വയ്യ, അത്രയും സന്തോഷം. ആ കുടുംബത്തിന് എൻ്റെ ജീവിതകാലം മൊത്തമുള്ളൊരു വെള്ളവും വെള്ളത്തിന്റെ വെയിലായിരിക്കും. താപത്തിനിടയിൽ കൂടെ എന്നാ ഒരു വെയിലായ മഞ്ഞായാലും പിള്ളേർക്കൊന്നും അച്ഛന് പോകാനും മഴയായ മഴയ്ക്കാണ് വീട്ടിനകത്തുനിന്ന് വെള്ളം പോയില്ലാണ് നമ്മൾ കളഞ്ഞത്. എല്ലാം വീട്ടുകാരെല്ലാം നമ്മൾ അത്രയും എല്ലാവരും എനിക്ക് സഹായിച്ചിട്ടുണ്ട്. കുടുംബത്തിനോട് എൻ്റെ കുടുംബത്തിന് വളരെ വളരെ നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയൊരു കടപ്പാടുണ്ട്. വലിയൊരു കടപ്പാടാണ് സാറിന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി
വലിയ സന്തോഷം, നന്ദി കേട്ടോ.